ഇപ്പൊ നിങ്ങൾ രണ്ടുപേരാണെങ്കിലും സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. പിന്നെ നിങ്ങളും മുന്നേ ഇപ്പൊ സാറും പറഞ്ഞു, സന്തോഷേട്ടൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദൈവവിശ്വാസം ഉള്ളവരാണെന്ന്. അപ്പോ എനിക്ക് രണ്ടുപേരോടും കൂടെ ചോദിക്കാനുള്ളതാണ്, മതമാണോ ശാസ്ത്രമാണോ ശരി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയാ? മോറൽ വാല്യൂസ് മതം തന്നെയാണ്. ശാസ്ത്രം വെച്ച് ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാർ ഇപ്പോൾ സയൻസ് വെച്ചാൽ ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സയൻസ് ഡീൽ ചെയ്യുന്ന ലോജിക്കൽ എംപിറിക്കൽ ആ കാര്യങ്ങളാണ്. അന്ന് ബിയോണ്ട് മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിലെ കാര്യങ്ങളാണ് ദൈവം പോലെ കാര്യങ്ങൾ. ഇപ്പോഴത്തെ യുക്തിവാദമാണ് നിരീശ്വരവാദമാണ്. അവർ സയൻസ് വെച്ചാണ്, സയൻറ്റിസ്റ്റാണ് സയൻസ് ഒരു ഡോഗ്മാറ്റിക്കായി മാറുകയാണ്. അങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വളരെ റോങ് ആണ്. സയൻസ് വെച്ച് ഒരിക്കലും ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ ഞാൻ ആദ്യകാലങ്ങളിൽ വലിയ ദൈവവിശ്വാസിയൊന്നും അല്ലായിരുന്നു. ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ SFIക്കാരനായിരുന്നു. ഞാൻ പഠിച്ച BEd വർക്കല SN ട്രെയിനിങ് കോളേജിലെ SFI ചെയർമാനായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോയ പെണ്ണിൻ്റെ അടുത്ത് ജാതകം പോലും നോക്കാതെ കല്യാണം കഴിച്ച ആളാണ് ഞാൻ. മനസ്സിലായി? ജാതകം പോലും നോക്കിയില്ല. ഞാൻ അപ്പോൾ ശങ്കര കോളേജിൽ അധ്യാപകനാണ്. ആ കോളേജ് അധ്യാപകനായിട്ടിരുന്ന് ഇത്രയും ഡിഗ്രികൾ വാങ്ങിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി അഹങ്കാരവും മുൻഷോ ഇതൊക്കെ ഇങ്ങനെ ജാടയിലൊക്കെ ഇരിക്കണം. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വന്നതല്ലേ. ആരുടെ മുമ്പ് തല നോക്കണം, വേണം, ഒന്നും വേണ്ട. ഇത്തിരി ജാടയൊക്കെ കയറി ഇത്തിരി അടിയൊക്കെ ഉണ്ടായിരുന്നു. കമ്പനി കൂട്ടുകെട്ട്, സാറുമാരെ കൂട്ടുകാർ, എല്ലാ ബുദ്ധിമുട്ടും നമ്മൾ അടിച്ച് പൊളിച്ച് സംഭവമൊക്കെ ചെയ്തു. പെണ്ണ് എൻ്റെ MSc പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു, ടീച്ചറിൻ്റെ നാത്തൂൻ്റെ മോളാണ് പെൺകുട്ടി, പോയി കാണാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്ത് പോയി കണ്ടു. നോക്കിയപ്പോൾ 4.5 അടി ഹൈറ്റേ ഉള്ളൂ. ഇങ്ങനെ പോലെ തന്നെ ഇങ്ങനെ 5 അടി വരുമെന്ന് തോന്നുന്നു. 5 അടി. ഇത് 4.5 ഉള്ളൂ. തങ്ങളുടെ കഴുത്തിൻ്റെ അത്ര വരെ ഉള്ളൂ. അപ്പോൾ 86 കിലോയും. ഞാൻ അപ്പം തന്നെ പോയിച്ചു, നീ ഇപ്പോൾ വരണം അതാ കുറച്ച് കഴിഞ്ഞേ വരണുള്ളതെന്ന് ചോദിച്ചു. അല്ലല്ല, കല്യാണത്തിലൂടെ വരണമെന്ന് ചോദിച്ചു. യാതൊന്നും നോക്കില്ല, ഒന്നും നോക്കില്ല. എൻ്റെ അമ്മ അതിന് ഇൻട്രസ്റ്റും എടുത്തില്ല. എന്തായാലും കല്യാണം കഴിഞ്ഞ് എനിക്ക് 8ൻ്റെ പണി കിട്ടി തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. കാരണം എനിക്കെന്ന് വെച്ചാൽ അവൾക്ക് ചൊവ്വാദോഷം. ഞാൻ അപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് പഠിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ എന്തിനിറങ്ങിയാലും പഠിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നോക്കി എനിക്ക് 2 കുഞ്ഞുങ്ങളായി ആവേണ്ടായിരുന്നു. 2 മരിച്ചു. ദെൻ അടുത്ത ഡെലിവറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡെലിവറിയിൽ അവൾ മരിച്ചു. ഞാൻ തട്ടിപ്പോവേണ്ടതായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ഞാൻ പഠനം തുടങ്ങി. അവിടെ നിന്ന് ഞാൻ പഠിത്തം തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഭഗവത്ഗീത, ബൈബിള്, ഖുർആൻ, മഹാഭാരതം, രാമായണം, ഭാഗവതം ഇത് എൻ്റെ സയൻസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. മര്യാദയ്ക്ക് ഞാൻ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് വെച്ച് ഈ വേദവും കൂടെ പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ അജിത് കുമാർ IAS എന്ന് പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട്, ചീഫ് സെക്രട്ടറി ഒക്കെ ആയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് LLBക്ക് കിട്ടിയതാണ്. എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ന്യായാധിപനാവെന്ന്. ഞാനിപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ സുപ്രീം കോടതിയായിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നേനെ.